ഇതിൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ്. എനിക്ക് എന്താവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ ചെയ്യുന്നത്. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തൊക്കെ തിന്നൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് എൻ്റെ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാൻ എക്സൈറ്റ്മെൻറ്റിൽ അൺബോക്സ് ചെയ്തു, പക്ഷേ അങ്ങനെ ഞാൻ തുറന്നിട്ടില്ല. ഇതാണ് ഗിഫ്റ്റ്. ഒരു അടിപൊളി ജേർണൽ കിറ്റാണ് അതും എസ്തെറ്റിക് തീമാണ്. ഭയങ്കര ഭംഗിയുണ്ട് ഇതൊക്കെ പുറമേ കാണാൻ തന്നെ. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല. എനിക്ക് അതുകൊണ്ടൊക്കെ ഭയങ്കര ക്രൈസ് കൂടുതലാണ്. അപ്പം അങ്ങനെ കിട്ടിയൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് എനിക്കിത് അൺബോക്സ് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ചു. ഇതെൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അൺബോക്സിങ് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ സംഭവം വന്നിട്ട്. ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു വിൻറ്റേജ് ടൈപ്പാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തേനോട്. ഞാൻ എൻ്റെ മമ്മ തുറന്നിട്ടാണ് ഇത് എത്തുന്നത്. ഞാനല്ല ഇത് അൺബോക്സ് ചെയ്തത്. എൻ്റെ ഉമ്മയാണ്. ഇമ്മത് ഉമ്മാൻ്റെ ഉള്ളതാണോ നിറച്ചിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ കിട്ടിയല്ലോ, ഭയങ്കര ഹാപ്പി കേട്ടോ. തുറക്കാണ്. ഇതാണ് ഗൈസ് ബുക്ക്. ഇത് മഷി ടൈപ്പ് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ക്രേസൊക്കെ തോന്നി. ഇത് ഇങ്ങനത്തെ ഒരു പീസാണ്. ഇതാണ് സാധനം. ഞാൻ ഓരോന്നാക്കിയിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ? ഇത് നമ്മുടെ ഗ്രിറ്റ് ലൈൻസിൻ്റെ ഡയറിയാണ് കേട്ടോ. ഇത് ഗ്രിറ്റ് ലൈൻസിൻ്റെ ഡയറിയാണിത് സാധനം. ഇതിങ്ങനെ കണ്ടോ, ഇതിൽ റാപ്പിഡായിട്ടുള്ള ഗ്രിറ്റ് ലൈൻസിൻ്റെ ആണ് ഡയറി വന്നിട്ട്. ഗ്രിറ്റ് ലൈൻസ് ആണ്. ഞാൻ ഗ്രിറ്റ് ലൈൻസ് വരക്കാറാണ് സംഭവം പതിവ്. ഇത് ഗ്രിറ്റ് ലൈനാണ് കേട്ടോ. കണ്ടോ, ക്യൂട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇതൊരു എസ്തെറ്റിക് ടൈപ്പാണ്, ക്യൂട്ടല്ല, എസ്തെറ്റിക്. അങ്ങനെ എന്തൊക്കെയൊക്കെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ എന്താന്ന് പോലും അറിയത്തില്ല കേട്ടോ എനിക്കൊന്നും. അതെന്തോ ഇതെന്താ? ഇത് ഇതുപോലത്തെ കുറച്ച് സ്ക്രാബ് പേപ്പർ ഇത് ഒരുപാടുണ്ട് കേട്ടോ. അത് ഒന്നൊന്നല്ല, ഒരുപാടുണ്ടത്. വേണമല്ലോ, അപ്പോൾ ഒരുപാട് വേണമല്ലോ. പിന്നെ ഇതെന്താ? ഗുഡ് ടൈംസ് എഴുതി വെക്കാനുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത് ഭയങ്കര. അപ്പം ഇതും പിന്നെ ഒരു ഗ്രിറ്റ് ലൈൻസിൻ്റെ ഡയറി നമ്മളിൽ നിന്നെടുത്തു. അയ്യോ, ഇത് എന്ത് ക്യൂട്ട് തന്നെ വരുന്നുള്ളൂ. എന്ത് വിൻറ്റേജ് ടൈപ്പാന്ന് പറയാം. ഫുള്ള് ഒരു വിൻറ്റേജ് ടൈപ്പ്. എനിക്ക് ഇഷ്ടമായത് കണ്ടു. ഇത് നമ്മുടെ തോട്ട്സ് എഴുതി വെക്കാനൊക്കെ പറ്റും. ഇത് അങ്ങനത്തെയാ. കണ്ടോ, ഈ ബട്ടർഫ്ലൈ ഒക്കെ നമുക്കൊരു പറിച്ചെടുത്ത് വെക്കാം. ഞാൻ അതിനാണിത് മെയിനായിട്ട് മേടിച്ചേക്കുന്നത്. പിന്നെ ഇതുപോലത്തെ കുറച്ച് ഇതുണ്ട്, സ്റ്റാമ്പ്സ് സംഭവം. റോസ് ബഡ്, പിന്നെ വേറെ എന്തൊക്കെയാണ്. ഇത് രണ്ടും ഭയങ്കര രസമുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായതൊക്കെ. പിന്നെ ഇനിയുള്ളത് സ്റ്റിക്കേഴ്സ്. ഇതേ ടൈപ്പായിട്ടുള്ള സ്റ്റിക്കേഴ്സ്. ഇങ്ങനത്തെ വട്ടമുള്ള സ്റ്റിക്കർ. ഇതുപോലത്തെ കണ്ടോ വട്ടങ്ങൾ. സൂപ്പർ. ഇതൊക്കെ ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ടല്ലേ. ഭയങ്കര ക്യൂട്ടാട്ടോ ഇത്. ബാക്കിൽ ഇതിങ്ങനെ അല്ല കേട്ടോ. ഇതാ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം. ഇത് 2 ടൈപ്സ് ഉണ്ട്. ഇതിങ്ങനത്തെ ഇത് നമുക്കിങ്ങനെ ഒന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് കൊറിയൻ ടൈപ്പിൽ എഴുതിയിട്ടുണ്ട്. നമുക്കിത് ഇംഗ്ലീഷ് ആയിരിക്കും അധികം നമുക്കിതാവുക. എനിക്ക് കൊറിയൻ ഒന്നും അറിയത്തില്ല. ഇത് കണ്ടു. ഇത് ഇതൊരു എഗ്ഗ്, ഒരു സ്റ്റോണിൻ്റെ ഒക്കെ ഷേപ്പാണിത്. ഇത് സാധാ റൗണ്ട് ഷേപ്പ്. ഭയങ്കര ക്യൂട്ട് കേട്ടോ. ഇതൊക്കെ കണ്ടോ. നല്ല ഭംഗിയുണ്ട്.
നോട്ട്. ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്നില്ല, ഞാൻ അറിയാത്തൊന്നും എടുത്തേക്കാണ്. ഇതും എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത് ഞാൻ അൺബോക്സ് ചെയ്യുന്നുള്ളത്. ഇതൊക്കെ ഞാൻ വേറെ ഒരു ഇതെല്ലാം ആയിട്ട് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് പിന്നെ അൺബോക്സ് ചെയ്തൊന്നും എനിക്ക് അറിയാത്ത ഇത് വഷി ടാപ്സ് ഉണ്ട്. 2 ടൈപ്പ് വഷി ടാപ്പ്. എൻ്റെ അടുത്ത് ഒരുപാടുണ്ട്. ഉണ്ട്, പക്ഷേ എങ്കിലും എസ്തെറ്റിക് ടൈപ്പില്ല. അപ്പോൾ ഇതൊക്കെ നോക്ക്. മറ്റേ നമ്മുടെ കാർഡ്സ്, ഒരുപാട് കാർഡ്സ് കാര്യങ്ങളുണ്ട്. എനിക്കിതൊക്കെ ഇഷ്ടമായിട്ടോ. പിന്നെ ഇത് എന്തോന്ന് എനിക്കറിയത്തില്ല. ഇതും സ്റ്റിക്കറാണ് കേട്ടോ. ഇതും ഒരു സ്റ്റിക്കറാണ്. പിന്നെ ഇതേ കണക്കുള്ള ഒരുപാട് ഇങ്ങനത്തെ പരസ്യത്തിലൊക്കെ കാണുന്ന കാർഡ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് യൂസ് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിങ്ങനെ ജേർണലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളാണല്ലോ അധികം എടുക്കുക. അപ്പം ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും തോന്നുന്നു. നമ്മുടെ ജെല്ലി, പിന്നെ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ നമുക്ക് വരും വീഡിയോസിൽ ഇടാം കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായി ഇതൊക്കെ. പിന്നെ ഈ ഒരു ടൈപ്പ് ഇതൊക്കെ ഒരു കുക്കിങ്ങിൻ്റെ റെസിപ്പീസാണ്. നമുക്കിത് വെച്ചിട്ടൊന്നും വലിയ കാര്യമില്ല. ഇത് നല്ല രസമല്ലേ? കുക്കിങ്ങിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്. അതൊന്നും നമുക്കറിയത്തില്ല. ഇതൊക്കെ കുറച്ച് എഴുത്ത് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് തന്നെ റഫായിട്ട് കീറി ഒട്ടിക്കാനുള്ളതാണെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതെന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് കണ്ടോ, കളർ പേപ്പേഴ്സ് ഗൈസ്. എൻ്റെ അടുത്തുണ്ട് ഇത്. മഷ്റൂം ഭയങ്കര ഒരു എസ്തെറ്റിക് ഇതിൽ എസ്തെറ്റിക്കും ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതിൽ എസ്തെറ്റിക് കണ്ടോ, ഇതൊക്കെ എസ്തെറ്റിക് അല്ലേ? അതെ, എസ്തെറ്റിക് ആണ്. പിന്നെ ഇത് കുറച്ച് മറ്റേ ബേർഡ്സ് ആണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ബേർഡ്സ് ആണെന്നാണ്, പക്ഷെ എനിക്കിത് മനസ്സിലായിട്ടില്ല കേട്ടോ. ബേർഡ് തന്നെയാണ്, ബേർഡ് ആയിരിക്കില്ലേ? ഇതൊക്കെയാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ്. പിന്നെ വഷി ടാപ്പിൽ ഇത് കണ്ടോ, ഒരു ഇത് സാധാ ബോർഡറുള്ളതാണ്, ഇതിലൊന്നുമില്ല. പക്ഷെ ഭയങ്കര ഒരു ഇതാണ്, വിൻറ്റേജ് ടൈപ്പ് തന്നെയാണ്. ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വരും വീഡിയോകളൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ട് നമുക്ക് ഇനി കുഞ്ഞ് ജേണലൊക്കെ ചെയ്യണം. അപ്പോൾ ബൈ.